പ്രതാപൻ ഇന്ന് ഡൽഹിന്ന് വരുമ്പോ ഇലക്ഷൻ വർക്കിന് കൂടെ ഇറങ്ങാൻ ഈ വീട്ടിലെത്തുന്ന രാജുവിന് പിന്നീട് ഒരിക്കലും ഇവിടേക്ക് വരേണ്ടി വരില്ല. സന്തോഷായില്ലേ? സന്തോഷാണ് അംബിക മേഡം. ഋതിക മേഡം, നമുക്കേ എത്രയും വേഗം മാഡത്തിന്റെ വീട്ടിലെത്തണം. ഒന്ന് വേഗം പോ രാജു. മാഡം, ഈ സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റൂ. ഞാൻ ടയർഡാ. എങ്കിലും ഒന്ന് കുറച്ച് സ്പീഡിൽ പോ രാജു. ഈ വണ്ടിക്ക് ഇത്ര സ്പീഡ് ഉള്ളൂ മാഡം. മാഡം ഈ ധൃതി കാണിക്കാതെ കുറച്ച് സമയം ഒന്നും മിണ്ടാതിരുന്നേ. ആ, എന്നാലും അംബിക മാഡം പറഞ്ഞ ആ വീഡിയോ എന്തായിരിക്കും മാഡം? രാജു, എനിക്ക് തോന്നുന്നതേ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ച കാര്യം ദീപക് വീഡിയോ എടുത്തോന്നാ. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ദീപക് എന്നെ ഫോളോ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതിന് ക്ഷേത്രത്തിൽ പോയി മാഡം എന്താ പ്രാർത്ഥിച്ച? രാജു, അത് രാജു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോഴേ രാജു എന്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടാണോ, രാജുവിന് ഇങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി. ഇത് പ്രശ്നമാവും. അമ്മേ, ഈ അമ്മാവനെന്താ വൈകുന്നേ? നീയൊന്ന് അടങ്ങിച്ചേക്ക. അവരിപ്പൊ ഇങ്ങ് വരുന്നേ. എന്തോ പ്രശ്നമുണ്ട്. 50 മിനിറ്റ് മുമ്പ് അമ്മാവൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതാ. അവിടുന്ന് ഇവിടെ എത്താൻ മാക്സിമം ഒരു 30-35 മിനിറ്റ് മതി. എന്തോ പ്രശ്നമുണ്ട് അമ്മേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും കാണില്ലെന്നേ. പ്രതാപൻ വല്ല കോഫിയോ ജ്യൂസോ മറ്റോ കുടിക്കാൻ ഏതെങ്കിലും ഹോട്ടലിലോ മറ്റോ കേറിയതാവും. ഈ അമ്മാവന് നേരെ ഇങ്ങ് വന്നാ പോരെ? എന്താന്ന് വെച്ചാ അമ്മാവന് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇവിടെ മനുഷ്യൻ മുള്ളെ ചവിട്ടിയാ നിൽക്കുന്നത്. ഈ വീഡിയോ അമ്മാവനെ കാണിച്ചിട്ട് വേണം എനിക്ക് എന്റെ കഥയുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാൻ. ഞാനേ പ്രതാപനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലോ. സ്വിച്ച് ഓഫോ? അല്ല, നിങ്ങളെന്താ ഇവിടെ? അതുകൊള്ള നല്ല ചോദ്യായി. എന്റെ വീടിന്റെ മുന്നിൽ വന്നു തന്നെ ഇത് ചോദിക്കണം. അല്ല, അത് പിന്നെ പെട്ടെന്ന് ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഞെട്ടിപ്പോയല്ലേ? ഞങ്ങളിപ്പോ ഇവിടേക്ക് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ രമ്യ? അല്ല, രമ്യ എന്താ ഇവിടെ? അവളെ ഞാൻ വിളിച്ചിട്ട് വന്നതാ. എന്തിനാ അമ്മ ഇവളെ എവിടേക്ക് വിളിച്ചതെന്ന്? എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഞാനങ്ങനെ ചോദിക്കില്ല. കാരണം നിങ്ങളിപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പിലാണെന്ന് എനിക്കറിയാം. രമ്യേ, നീ കേറി വാ. നീ വാ. രാജു, അച്ഛനിപ്പോ വരല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ദീപക് ആ വീഡിയോ അച്ഛനെ കാണിക്കാതെ നമ്മൾ ഇങ്ങനെ തടയും. ഇത്രയും പേടിയുള്ള ഋതിക മാഡാണോ കുറച്ചു നേരത്തിന് മുന്നേ രമ്യോട് അങ്ങനെയൊക്കെ പറഞ്ഞ? അത് പിന്നെ നമ്മളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്ന് അവര് മനസ്സിലാക്കാൻ പാടില്ലല്ലോ. അതാ ഞാനങ്ങനെ പെരുമാറിയതുകൊണ്ട് അവർക്കൊരു പേടി തോന്നിക്കാണും. രാജു ഒന്ന് ആലോചിച്ചു നോക്ക്. രാജു ആലോചിച്ച എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. മാഡം ഇങ്ങനെ ധൃതി വെക്കല്ലേ, കുറച്ച് സമയം താ. ദൈവമേ, അച്ഛൻ എങ്ങനെ വല്ല അറിഞ്ഞ? അച്ഛൻ
എന്താ രാജു, നീ എന്താ ഈ വേഷത്തില്? നിന്റെ ഹെൽത്ത് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? വർമ്മ സാറേ, ഹെൽത്ത് ഓക്കെയാ. ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. ബൈക്കുമായിട്ടാണോ നീ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നത്? നീ പോയി ഫ്രഷായി ഈ വേഷമൊക്കെ ഒന്ന് മാറ. നീ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ശരി വർമ്മ സാറേ. ആ യാത്രയൊക്കെ സുഖമായിരുന്നോ പ്രതാപ? അതെ ചേച്ചി. അല്ല, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. ചേച്ചി, അത് പാർട്ടിയുടെ യുവസംഘടനയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കുട്ടി നേതാക്കളുമായി ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ഉറങ്ങിയപ്പോ വെളുപ്പിന് 3 മണി. ഫ്ലൈറ്റ് 6 മണിക്കായിരുന്നല്ലോ. അതാണ് ക്ഷീണം. ശരി പ്രതാപ, നീ പോയേ അല്പസമയം ഒന്ന് മയങ്ങ്. ഏയ് ഇല്ല ചേച്ചി, മയക്കമൊക്കെ ഇനി ഉച്ച കഴിഞ്ഞ്. അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോണം. അമ്മാവ, എന്താ? എനിക്ക് അമ്മാവനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യം എന്തായാലും കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോ പറഞ്ഞാൽ മതി. അമ്മാവ, ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അമ്മാവൻ ഞാൻ കാണിക്കുന്ന വീഡിയോ ഒന്ന് കാണണം. എന്ത് വീഡിയോ? അമ്മാവൻ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് അമ്മാവന് മനസ്സിലാവും. ശരിക്കും ആരാണ് അമ്മാവനെ ഫൂളാക്കുന്നതെന്നും ആരാണ് അമ്മാവനോട് നുണ പറഞ്ഞ് അമ്മാവനെ വിഡ്ഢിയാക്കുന്നതെന്നും അറിഞ്ഞ അമ്മാവൻ ഞെട്ടും. നീ നിന്ന് കഥാപ്രസംഗം പറയാതെ നിന്റെ കയ്യിലുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാണിക്കും. അമ്മാവ, നീ ആ വീഡിയോ വർമ്മ സാറിനെ കാണിച്ച നിനക്കെതിരെയുള്ള DNA റിപ്പോർട്ട് ഞാൻ വർമ്മ സാറിനെ കാണിക്കും. DNA റിപ്പോർട്ട് ഇവന്റെ കയ്യിലുണ്ടോ? അതെങ്ങാനും അമ്മാവൻ കണ്ട ഈ സ്റ്റേജിന് എന്താ കുഴപ്പം? ഇലക്ഷന്റെ അവസാന ദിവസം അമ്മാവനെ പ്രസംഗിക്കാൻ ഈ സ്റ്റേജ് പോരാ. ഇതിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള സ്റ്റേജ് ഞാൻ ഡിസൈൻ ചെയ്യും. ഇതാണോ നീ പറഞ്ഞ മഹാസംഭവം? അമ്മാവ, അത് നീ സ്റ്റേജ് ഉണ്ടാക്കിയല്ലേ അത് ഉറപ്പായും ഇടിഞ്ഞ് താഴെ വീഴും. നീ പോയി പുതിയ വീഡിയോ ഗെയിം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് മുറിയിൽ പോയിരുന്ന് ഗെയിം കളിക്കുക. ഇലക്ഷൻ കഴിയുന്നതുവരെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. എന്റെ ഒരു അപേക്ഷയാണ്. അവന്റെ ഒരു സ്റ്റേജ്. എന്നാ വരട്ടെ ദീപക് സാറേ. മിണ്ടരുത്. അല്ല, നീ എന്താ ഈ വീഡിയോ വർമ്മ സാറിനെ കാണിക്കാത്തെ? അത് നീ എടുത്ത വീഡിയോ അല്ലല്ലോ, ഞാൻ എടുത്ത വീഡിയോ അല്ലേ. ഞാനത് എനിക്ക് ഇഷ്ടമുള്ളപ്പോ അമ്മാവനെ കാണിക്കും. പിന്നെ എന്തിനാ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയേ?
നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാനാണോ? അമ്മയല്ലേ? നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം. അംബിക മേഡം, ഈ ദീപകിന് എന്തോ കള്ളത്തരമുണ്ട്. വർമ്മ സാറിന് വീഡിയോ കാണിക്കാൻ തുടങ്ങിയപ്പോ ദീപകിന്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിരുന്നു. എന്ത് മെസ്സേജാ അത്? കാണിച്ചേ. ആടി, ഞാൻ കാണിക്കാം. ദേ അമ്മേ, ഇവളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. ഡാ ദീപകേ, ഡാ നിക്കാൻ. അംബിക മേഡം, മേഡം ഒന്ന് സൂക്ഷിച്ചോ. മകന്റെ പെരുമാറ്റവും ഭാവവും കണ്ടിട്ട് എന്തോ വലിയൊരു കുരുക്കി ചെന്ന് ചാടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്തു പണിയോടെ നീ കാണിച്ചേ? ഋതികയ്ക്കും രാജുവിനും എതിരെ നിന്റെ കയ്യിൽ ഇത്രയും വലിയൊരു തെളിവുണ്ടായിട്ടും നീ എല്ലാം കോളവാക്കി നശിപ്പിച്ച് കളഞ്ഞല്ലോടാ മഹാഭാവി. അമ്മ ഒന്ന് ഇവിടുന്ന് പോവാവോ? എനിക്ക് കുറച്ച് സമാധാനം വേണം. അമ്മ പോയേ. ദേ ദീപകേ, നീ എന്താ നിന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ പ്രതാപനെ കാണിക്കാത്തെ? എടാ ആദ്യം അത് പറ, അതിനുശേഷം ഞാൻ പോയിക്കോളാം. അമ്മേ, ഞാൻ ആകെപ്പാടെ തകർന്നു നിൽക്കുവാ. അമ്മ ഇങ്ങനെ അതും ഇതും ചോദിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ? ദേ മോനെ, നീ എന്താ ഉണ്ടായതെന്ന് അമ്മയോട് പറ. നീ ശരിക്കും പേടിച്ചിട്ടുണ്ട്. എന്താടാ? എടാ എന്താന്ന് വെച്ചാ അമ്മ പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും വെറുതെ നീ പ്രതാപനോട് ആ വീഡിയോയുടെ കാര്യം മറച്ചു വെക്കില്ലെന്ന് എനിക്കറിയാം. ഇത് കണ്ടോ അമ്മേ? അവനയച്ച മെസ്സേജാ. അവനാ DNA റിപ്പോർട്ട് കയ്യിൽ വെച്ച് എന്നെ വെറും ഡമ്മി ആക്കുവാ. എനിക്ക് അവൻ എന്തെങ്കിലും ചെയ്യണം അമ്മേ. എനിക്ക് ഭ്രാന്ത് പിടിക്കുവാ. അവന്റെ മുഖം പോയി പോക്കണ്ടിട്ടെ ചിരിച്ചിരിച്ച് ചാവും ചെറിയമ്മ. പറയുന്ന കേക്ക് വിടാനാ പറഞ്ഞ. വേണ്ട. എടി, നീ ജയിച്ചു കരുതണ്ട. ഇപ്പൊ ബോള് നിങ്ങളുടെ കോർട്ടില്ല. അത് തിരിച്ച് എന്റെ കയ്യിലും വരും. അന്ന് നിന്നെ അവനെയും കൊണ്ട് ഇക്ഷ എണ്ണ ഞാൻ മൂക്കൊണ്ട് വരപ്പിക്കും. ഓ, അതൊക്കെ വരയ്ക്കാനേ വലിയ ബുദ്ധിമുട്ടാ. ദീപക് തന്നെ വരച്ചോ. ദീപകേ, എന്താ ഇത്? നീ ചെവി നുള്ളിക്കൊടി. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അവന്റെ കള്ളത്തരം ഈ ദീപക് പുറത്തുകൊണ്ടുവന്നിരിക്കും. അമ്മാവന്റെ മുന്നിൽ എന്നും ദീപക് പതിവ് പോലെ പൊട്ടനായി. എനിക്ക് നല്ല തൊലിക്കെട്ടിയാടി. എത്ര തവണ എന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടാലും നിന്റെ രാജുവിന്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ദീപക് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവസാന വിജയം എനിക്ക് തന്നെ ആയിരിക്കും. അന്ന് നിന്റെ കളിയാക്കി ചിരിയും പരിഹാസവും ഒക്കെ എനിക്കൊന്ന് കാണണം. ദീപകെ, ഋതികപ്പോ ആ പഴയ പെൺകുട്ടിയല്ല, ഒരാളുടെ ഭാര്യ. ഋതികയോട് നിന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞങ്ങൾ പറയാതെ തന്നെ അത് രാജു അറിയും. പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് നിനക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ഓ പിന്നെ, രാജു പറഞ്ഞാൽ എന്താ? അവൻ എന്നെ മൂക്കി വലിച്ചു കയറ്റിക്കളയും. വെറുതെ രാജുവിന്റെ കേമത്തരം പറഞ്ഞ് എന്നെ വിരട്ടിയാലേ ഞാനങ്ങ് പേടിച്ചൊന്ന് വിചാരിച്ചാൽ അമ്മായിക്ക് തെറ്റി. ആണോ? എന്നാ എനിക്ക് തെറ്റിയതാണോന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാലോ. മോളെ, രാജുവിനെ ഒന്ന് വിളിക്ക്. അത് വേണോ ചെറിയമ്മേ? ഞാനല്ലേ പറയുന്നേ, നീ ധൈര്യമായിട്ട് വിളിക്കേ. ആഹാ, നീയാള് കൊള്ളാലോ യാമിനി. കുട്ടികള് തമാശയ്ക്ക് വഴക്കുണ്ടാക്കിയപ്പോ അത് വലിയ പ്രശ്നമാക്കാൻ ശ്രമിക്കുകയാണോ നീ? ഇങ്ങനെയാണോ ഉത്തരവാദിത്വമുള്ള വീട്ടമ്മമാര് ചെയ്യണ്ടേ? ഇതൊന്നും എനിക്ക് അത്ര വലിയ തമാശയായിട്ട് തോന്നുന്നില്ല. ദീപകിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നീ ഇവിടെ ഉണ്ടായത് ആരോടും പറയാൻ നിക്കണ്ട. എടാ ദീപകെ, നീ റൂമിലേക്ക് പോ. എടാ പോവാൻ. എന്റെ പൊന്നു യാമിനി, ആ ചെക്കനെ കൊണ്ട് ഞാൻ മടുത്തു. ഇങ്ങനെ പോയാലേ ഇവനെ വീണ്ടും തിരിച്ച് ബോംബെയിലേക്ക് അയക്കേണ്ടി വരും. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം.
നിങ്ങളിത് ആരോടും പറയണ്ട കേട്ടോ. പറയില്ലല്ലോ അല്ലേ? ഉം. ഇല്ല. ഉം. എന്താ ഋതുമോളെ ഇത്? ദീപക് എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ രണ്ടാളും എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? ഇല്ല ചെറിയമ്മേ, അവന് ഞങ്ങളോട് ദേഷ്യമാണെന്ന് ചെറിയമ്മയ്ക്ക് അറിയില്ലേ? ചെറിയമ്മ, നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോ വർഷങ്ങൾക്ക് ശേഷം പത്മാവതി മേഡം തിരിച്ചു വന്നതിന്റെ പിന്നിൽ ഇങ്ങനൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അല്ലേ? എന്റെ ഭർത്താവിന്റെയും മകളുടെയും ജീവൻ ആ സ്ത്രീ കാരണം ആപത്തിലാകരുതെന്ന് കരുതി മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് എനിക്ക് പോകേണ്ടി വന്നത്. എല്ലാ സ്വത്തുക്കളും എന്റെ മകളുടെ പേരിലേക്ക് മാറ്റാൻ സമയമാകുന്നത് വരെ അവളും എന്റെ ഭർത്താവും സേഫ് ആയിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അംബിക വിചാരിച്ചതുപോലെ കൃതിക മേഡത്തെ അംബികയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള ശ്രമം പാഴായി പോയെങ്കിലും ഇപ്പോഴും കൃതിക മേഡത്തിന്റെ കാര്യത്തിൽ ഒരു റിസ്ക് ഉണ്ട്. എന്ത് റിസ്ക്? രാജുവുമായിട്ടുള്ള കൃതിക മേഡത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ടും ഇതുവരെ സ്വത്തുക്കളൊന്നും കൃതിക മേഡത്തിന്റെ പേരിലേക്ക് മാറ്റാനുള്ള പേപ്പറുകളൊന്നും പ്രതാപ സാർ മൂവ് ചെയ്തിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും പ്രതാപേട്ടൻ എന്താ അക്കാര്യത്തിൽ താല്പര്യം കാണിക്കാത്തെന്ന് വക്കീലിന് അറിയാമോ? പത്മാവതി മേഡം വിചാരിക്കുന്നത് പോലെ രാജുവും ഹൃതികയും തമ്മിലുള്ള വിവാഹം വർമ്മ സാറിന്റെ താല്പര്യത്തോടെയോ സമ്മതത്തോടെയോ അല്ല നടന്നത്. രാജു ഹൃതികയെ വിവാഹം കഴിക്കുന്ന ദിവസം തന്നെ ആ ദിവസം തന്നെ വർമ്മ സാറ് അവരെ രണ്ടാളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. സ്വത്തുക്കള് ഋതിക മോളുടെ പേരിലേക്ക് മാറ്റിയില്ലെങ്കിൽ അവരെന്റെ മോളെ ഉപദ്രവിക്കാനുള്ള കെണികൾ ഒരുക്കില്ലേ വക്കീലെ? ഓ മേഡം, രാജുവിന് ഈടെ ഉണ്ടായ ആക്സിഡന്റ് പോലും ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്നും ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അന്വേഷിക്കാൻ വർമ്മ സാറ് രഹസ്യമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടെന്നുമൊക്കെയാണ് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈശ്വര, എനിക്ക് ഉറപ്പാ അതിന്റെ പിന്നിലും അംബിക ചേച്ചിയും മകനും ആയിരിക്കും. വക്കീലൊന്ന് അംബിക ചേച്ചിയെ കണ്ട് സംസാരിക്കാവോ? ഒരു സന്ധി സംഭാഷണത്തിലൂടെയെങ്കിലും അങ്ങനെ. അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. എന്റെ മകൾ അവളുടെ ഇഷ്ടത്തിന് സമാധാനമായിട്ട് ജീവിക്കണം. അതിന് പകരമായി അവർക്ക് എന്ത് വേണോന്ന് ചോദിക്കും. എത്ര കൊടുത്താലും അംബികയുടെ ആർത്തി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും വക്കീലെ? എന്റെ മകളുടെ ജീവിതം അവരില്ലാതാക്കുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും? പത്മാവതി മേഡം വറീഡാകണ്ട. രാജു വർമ്മ സാറിന്റെ വിശ്വസ്തനായിരുന്നു. ഋതിക മേഡവും രാജുവും പ്രണയിച്ച് വിവാഹം കഴിച്ചത് വർമ്മ സാറിന് വലിയ ഷോക്കായിരുന്നു. അതുകൊണ്ടാണ് വർമ്മ സാറ് അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്. പക്ഷേ ഇപ്പോ അങ്ങനെയല്ല കാര്യങ്ങൾ. അദ്ദേഹം അവരെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് സ്വത്തുക്കളുടെ കാര്യത്തിലും വർമ്മ സാർ ഒരു തീരുമാനമെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് കുറച്ചുനാൾ കൂടി വെയിറ്റ് ചെയ്യാം. വർമ്മ സാറ് സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കില്ലെന്ന് തോന്നിയാൽ വർമ്മ സാറിന്റെ വക്കീലുമായി ഞാൻ സംസാരിക്കാം. അപ്പോ കുട്ടികളുടെ സുരക്ഷയോ? അവരിപ്പോ വർമ്മ സാറിന്റെ കൂടെയല്ലേ. ഋതിക മേഡത്തിന്റെയും രാജുവിന്റെയും സുരക്ഷയെക്കുറിച്ച് ഓർത്ത് പത്മാവതി മേഡത്തിന് ഇനി ടെൻഷൻ വേണ്ട. ദീപകിന്റെ സ്വഭാവം മോൾക്കറിയാലോ. എന്തെങ്കിലും കുറച്ച് കിട്ടിയാ മതി അവന്. അപ്പൊ തന്നെ ഫോണിലെ ക്യാമറ ഓണാക്കി ചാടി വീഴും. എന്നിട്ടെന്താവും? പ്രതാപൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിച്ചു കൂട്ടും. യാമിനി, അങ്ങനെ അവനങ്ങ് നിസ്സാരമായി കാണരുത്. എന്റെ അറിവ് വെച്ച് ഞാൻ പറയുകയെ, വേറൊരു അത്താഴമുടക്കിയല്ല അവൻ. ഉഗ്രവിഷമുള്ള ഇനമാ. ചേച്ചിയുടെ എല്ലാ ഗുണങ്ങളും അവന് പകർന്നു കിട്ടിയിട്ടുണ്ട്, കോപ്പി എടുത്തതുപോലെ. അവനെ സൂക്ഷിക്കണം. ആ മൊബൈൽ ക്യാമറ കൊണ്ട് അവൻ അവസരം കിട്ടിയ ഈ ഭൂലോകം അവനെടുത്ത് തിരിച്ചു വെക്കും.
ഈ ചെക്കൻ ഇത് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യത്തിന് ഉപയോഗിച്ച് 10 കാശുണ്ടാക്കിക്കൂടെ? എത്ര ചെറുപ്പക്കാരാ ഇങ്ങനെ മൊബൈൽ ക്യാമറ കൊണ്ട് വീഡിയോ എടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നേ? സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കേണ്ട പ്രായമായി അവന്. ഇപ്പോഴും അമ്മയുടെ വാക്കും കേട്ട് കോമാളി വേഷം കെട്ടി നടന്ന ഇവന്റെ ഭാവി എന്താവും? ആദ്യം അമ്മയുടെ ഇളയ അനിയനെയും ഭാര്യയും പിന്നെ ആ കുട്ടി പിശാചിനെയും ഇവിടുന്ന് ഇറക്കി വിടണം. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? തടിബില്ലും കോയമ്പത്തൂരിലെ ഫാക്ടറി ഒക്കെ കയ്യിലാക്കി വെച്ചിട്ട് അയാൾ ഇവിടെ വീട്ടിലിരുന്ന് സൂയിക്കുക, തിന്നുക, എന്റെ കുറ്റം കണ്ടുപിടിക്കുക, ഉറങ്ങുക. ഇത് തന്നെ അയാളുടെ ജോലി. അവരെന്താന്ന് വെച്ചാ പറയട്ടെ ദീപകേ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അംബികയുടെ കയ്യിലെത്തും. അന്നിവൾക്കേ പെരുവഴിയായിരിക്കും ശരണം. പെരുവഴിയിൽ പോലും ഇയാൾക്കൊന്ന് സമാധാനം കൊടുക്കരുതമ്മേ. നീ വാ.